പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ ഭാഗമായി നിങ്ങളോട് ഓരോരുത്തരോടും സംവദിക്കാൻ കിട്ടുന്ന ഈ അവസരത്തെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗ്യം എന്ന നിലയിലാണ് ഞാൻ കാണുന്നത്. ലോകമെമ്പാടും പരന്നു കിടക്കുന്ന മനുഷ്യൻ ലോകത്തെവിടെ പെയ്യുന്ന മഴയും നനയ്ക്കുന്ന നല്ല മനുഷ്യനായി മാറ്റുവാൻ നമ്മുടെ നാടിൻ്റെ സാംസ്കാരികതയും ഇത്തരം ആശയപരമായ കൊടുക്കൽ വാങ്ങലുകളും വലിയ അളവിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയാവുന്നതാണ്. അതുകൊണ്ട് വീണ്ടും നിങ്ങളുടെ വർത്തമാനം പറയുന്നു എന്നത് ആ ചരിത്രത്തെ തന്നെ നാം പുനർവായിക്കുന്നു എന്നതാണ്. കടുത്ത ഒരു പനിയുടെ അസ്കതയിലാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ സദയം ക്ഷമിക്കും എന്ന് കരുതുകയാണ്. അത്തരം ഒരു ക്ഷമാപണത്തോടുകൂടി ഗുരു എന്ന നിറവിനെ ഏതാനും ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വ്യത്യസ്തമായ ഒരു തലത്തിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അരുളും അൻപും അനുകമ്പയും നിറഞ്ഞ ഒരു ആത്മസാക്ഷാത്കാരം ആത്യന്തികമായി മനുഷ്യനെ നിർണയിക്കും എന്ന് ലോകത്തോട് പറഞ്ഞ ലോകഗുരു എന്ന അപരാഭിധാനത്തിൽ തന്നെ അറിയപ്പെടാൻ എല്ലാ യോഗ്യതയുമുള്ള ഒരാളാണ് ശ്രീനാരായണ ഗുരു എന്ന് നമുക്കറിയാം. ഇന്ന് കേരളം സാമൂഹ്യ വികസനത്തിൻ്റെ ഏത് അളവുകോൽ വെച്ചാലും കേവലം ഇന്ത്യക്ക് മാതൃകയായ ഒരു സംസ്ഥാനമല്ല. പല അളവിലും തൂക്കത്തിലും ലോകത്തിലെ വികസിത രാജ്യങ്ങളോട് പോലും കിടപിടിക്കുവാൻ തക്കവണ്ണം ശേഷിയുള്ള മനുഷ്യർ നിറഞ്ഞ ഒരു പച്ചത്തുരുത്തായി മാറാൻ കാരണം നവോത്ഥാനവും ആ നവോത്ഥാനം ഉഴുതുമറിച്ച മണ്ണിൽ ഉണ്ടായ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ അനിതരസാധാരണമായ ഒരു ചേർത്തുനിൽപ്പും ആ ചേർത്തുനിൽപ്പിന് ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ ആ പ്രസ്ഥാനത്തോട് അടുപ്പിക്കുവാൻ നടത്തിയ സാംസ്കാരികമായ ഇടപെടലുകളുമാണെന്ന് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒന്നാണ്. ബംഗാളിലെ നവോത്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ നവോത്ഥാനം അതിൻ്റെ ആത്യന്തികമായ ദിശകൾ പായിച്ചത് സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അടിത്തട്ടിലുള്ള മനുഷ്യരിലേക്ക് കടന്നു പോകത്തക്കവണ്ണം നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ അതിസരളമായും അതിലളിതമായും വ്യാഖ്യാനിക്കുകയും അത് നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ ഓരോ മനുഷ്യനും അനുഭവവേദ്യമാകത്തക്ക തരത്തിൽ പരാവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു എന്നാണ് മറ്റു നവോത്ഥാന നായകരെ അപേക്ഷിച്ച് ശ്രീനാരായണ ഗുരുവിനെ പ്രഥമ സ്ഥാനത്ത് കാണുവാൻ ഇന്നും കേരളം ശ്രമിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. നരൻ അശുദ്ധ വസ്തുവായിരുന്ന ഒരു കാലത്ത് ജനിച്ച ജാതിയുടെ അടിസ്ഥാനത്തിൽ 4 അടി 8 അടി 16 അടി 32 അടി കണക്കിൽ മനുഷ്യൻ പിറകിൽ മാറുക എന്ന കാലത്ത് ഇന്ന് പൊതുസമൂഹത്തിലെ എല്ലാത്തരം സൗകര്യങ്ങളും സൗജന്യങ്ങളും അനുഭവിക്കുന്ന ഒരു സമൂഹം ജനിച്ച ജാതിയുടെ അടിസ്ഥാനത്തിൽ പകൽ സമയങ്ങളിൽ പുറത്തുപോലും ഇറങ്ങി സഞ്ചരിക്കുവാൻ കഴിയാതിരുന്ന ഒരു കേരളമായിരുന്നു നവോത്ഥാന കാലത്തിന് മുമ്പത്തെ കേരളം എന്ന് നിങ്ങൾക്കറിയാം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തീണ്ടലും തൊടിയിലും മറ്റെല്ലാ അനാചാരങ്ങളും എല്ലാത്തരം ജനങ്ങളുടെയും നിത്യനിദാനങ്ങളെ വ്യവഹരിച്ചിരുന്ന ഒരു കാലത്താണ് നവോത്ഥാനാശയങ്ങൾ സമൂഹത്തിൽ നിർലോഭം പ്രചരിപ്പിക്കുവാൻ ആ പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ വളരെ പെട്ടെന്ന് നല്ല തെളിച്ചത്തോടുകൂടി സൂര്യതേജസ്സോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു നവോത്ഥാന നായകൻ എന്ന നിലയിൽ ഗുരു നടത്തിയ പരിശ്രമങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിൽക്കാല കേരളത്തെ ഏറ്റവും മികച്ച ഒരു രാജ്യമാക്കി മാറ്റുവാൻ നടത്തിയ ഇടപെടലുകളാണ്. ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന വർഗീയത എന്ന വലിയ വിപത്തിനെ, ജാതീയത എന്ന വലിയ വിപത്തിനെ, അന്ധവിശ്വാസവും അനാചാരങ്ങളും എന്ന വലിയ വിപത്തിനെ കാലാതിവർത്തിയായി നിന്നുകൊണ്ട് ഇന്നും പ്രസക്തമാകുന്ന തരത്തിൽ എത്ര കൃത്യമായാണ് ഗുരു അഭിമുഖീകരിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ബ്രാഹ്മണിക്കലായ ഒരു അധികാരത്തെ പുനഃസ്ഥാപിക്കാൻ നടത്തിയ വലിയ പരിശ്രമമുണ്ട്. ആ വലിയ പരിശ്രമത്തിലൊടുവിലാണ് നിങ്ങൾ ഞങ്ങൾക്കൊരു 400 സീറ്റ് നൽകൂ, മനുഷ്യൻ വോട്ടിനിട്ട് ദൈവത്തെ തോൽപ്പിച്ച ഏറ്റവും ഗംഭീരമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയെ
മാറ്റുകയും ഞങ്ങൾ മനുസ്മൃതിയെ, ബ്രാഹ്മണിക്കലായ മനുസ്മൃതിയെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു 3-ാം വട്ടത്തിനായി മോദി ഒരുക്കു കൂട്ടിയത് എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാവുന്നതാണ്. ആ പ്രത്യയശാസ്ത്രത്തെ മുൻനിർത്താൻ അവർ കണ്ട ലക്ഷണമൊത്ത ഒരു നിയോജക മണ്ഡലം, പാർലമെന്റ് നിയോജക മണ്ഡലം ഇന്ത്യയിൽ ഫൈസാബാദ് ആണെന്ന് കാണാൻ കഴിയും. ആ ഫൈസാബാദാണ് രാമൻ എന്ന ഇവർ മുന്നോട്ട് വെക്കുന്ന ബ്രാഹ്മണിക്കലായ ആശയത്തിൻ്റെ ഗർഭഗൃഹം എന്ന് നിങ്ങൾക്കറിയാം. അവിടെയാണ് കോടിക്കണക്കായി ഉറുപ്പിക മുറക്കി ഒരു രാമക്ഷേത്രം ഒരു ഇലക്ഷൻ അജണ്ടയുടെ ഭാഗമായി തയ്യാറാക്കുന്നത്. അവിടെ BJP അല്ലെങ്കിൽ വർഗീയ ഫാസിസ്റ്റുകളുടെ പ്രതിനിധിയായി മത്സരിച്ച ബ്രാഹ്മണനായ ഒരാളെ മതേതര മുന്നണിയുടെ പ്രതിനിധിയായി മത്സരിച്ച ജാതിയിൽ ചണ്ടാലനായി ജനിച്ച ഒരാൾ തോൽപ്പിക്കുക എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ആ പ്രതീക്ഷയുടെ ഏറ്റവും ഉള്ള അടരുകൾ തേടിപ്പോയാൽ വർഷങ്ങൾക്കപ്പുറത്ത്, യുഗങ്ങൾക്കപ്പുറത്ത് ഗുരു മുന്നോട്ട് വെച്ച ഒരു മതാതീതമായ ആത്മീയ ദർശനത്തിൻ്റെ പിൻപറ്റിയാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള ആശയങ്ങളാൽ കെട്ടപ്പെട്ടവരാണ് എന്നും അവരിലേറെ പേരും ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങൾക്ക് അടിമകളാണ് എന്നുമുള്ള വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തെ മൂർത്തനിഷ്ഠ ഭാവത്തിൽ ഏറ്റവും കൃത്യമായി തിരിച്ചറിഞ്ഞ യോഗ്യവര്യനായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൻ്റെ സമഗ്ര മേഖലയിലും ഗ്രസിച്ചിരുന്ന ജാതി എന്ന മഹാവിപത്തിനെ കേവലമായ ഭൗതികവാദം പറഞ്ഞുകൊണ്ട് നേരിടുകയല്ല ഗുരു ചെയ്തത്. ആ മനുഷ്യൻ്റെ വിശ്വാസത്തിൽ അന്തർലീനമായി കിടക്കുന്ന ബ്രാഹ്മണിക്കലായ ആചാര സംഹിതകളെ തകർത്ത് തരിപ്പണമാക്കുകയും അന്നേ വരെ വരേണ്യവർഗം കൈവശം വെച്ചിരുന്ന അന്നത്തെ കാലത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വിഗ്രഹപ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള ഒരിക്കലും സാധാരണക്കാരന് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അതിസാധാരണമായി അവതരിപ്പിക്കുകയും അങ്ങനെ അതിസാധാരണമായി അവതരിപ്പിച്ചുകൊണ്ട് മനുഷ്യനും ദൈവവും തമ്മിലുള്ള അകലത്തിനിടയിൽ നിൽക്കുന്ന ബ്രാഹ്മണാധിപത്യത്തെ തകർത്തെറിയുകയും മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും ഇടയിൽ സമ്മതിക്കാൻ മറ്റൊരാൾ ആവശ്യമില്ല എന്നൊരു വലിയ പ്രഖ്യാപനം അന്നോളം ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കൊടികുത്തി വാണ്ടിരുന്ന കേരളത്തിലുണ്ടാക്കിയ സാമൂഹ്യ വിപ്ലവം അതിഗംഭീരമായിരുന്നു എന്ന് ഗുരുവിനെ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ അഭിരമിക്കുന്ന വിശ്വാസത്തിലെ അങ്ങേയറ്റം വരേണ്യമായ അംശങ്ങളെ തകർത്ത് കളയുകയും ആ വരേണ്യയുടെ സ്ഥാനത്ത് ജനകീയതയെയും തൊഴിലാളി വർഗ സർവാധിപത്യത്തെയും മണ്ണിൽ പണിയെടുക്കുന്നവനെയും സ്ഥാപിക്കാൻ ഗുരു നടത്തിയ പരിശ്രമത്തെ നമുക്ക് ഇത്തരുണത്തിൽ സ്മരിക്കാതെ കഴിയില്ല. ഇതിന് സമാനമായൊരു പരിശ്രമം നടത്തിയ കേരളത്തിലെ കാർഷിക വിപ്ലവത്തെ വിദ്യാഭ്യാസവുമായും കേരളത്തെ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ജനങ്ങളുടെ മോചനത്തിനുമായി മാറ്റിയ പരിവർത്തനപ്പെടുത്തിയ മറ്റൊരാൾ എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് അയ്യങ്കാളിയാണ്. ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം ഞങ്ങൾ കൊയ്യില്ല എന്നൊരു വലിയ പ്രഖ്യാപനത്തോടുകൂടി ഈ നമ്മുടെ രാജ്യത്തിൻ്റെ കാർഷിക മേഖല സമരത്തെ അടിച്ചമർത്തപ്പെട്ടവർ കുട്ടികളുടെ വിദ്യാഭ്യാസ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു സമരത്തെ കൂടി നമുക്ക് ഇത്തരണത്തിൽ അനുസ്മരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഗുരു കഴിഞ്ഞാൽ അയ്യൻകാളിയും എണ്ണപ്പെടേണ്ടത് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നതിൻ്റെ ഒരു വശം. ജാതി വ്യവസ്ഥയിലും സാമൂഹ്യ വ്യവസ്ഥയുടെ വർണ്ണാധർമാശ്രമങ്ങളിലും അഭിരമിക്കുന്ന മനുഷ്യർ ഏറ്റവും ആദ്യം ഉത്കർഷം നേടേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെയും വ്യവസായത്തിലൂടെയുമാണ് എന്ന ഒരു പരമമായ ഭൗതികമായ സത്യം ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ആദ്യമായി അവതരിപ്പിച്ച മഹാമനീഷികളിൽ ഒരാൾ ശ്രീനാരായണ ഗുരു ആയിരുന്നു എന്നത് നമുക്ക് ഇത്തരുണത്തിൽ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. മനുഷ്യൻ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക മാത്രമല്ല, വ്യവസായം നടത്തി സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലേക്ക് മനുഷ്യൻ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും സാമൂഹിക തലങ്ങളിലും ശാക്തീകരിക്കപ്പെട്ടുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ വിശിഷ്യ കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ നാരായ വേറെടുക്കാൻ കഴിയൂ എന്നും ആ വ്യവസ്ഥയെ തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു പുതിയ സാമൂഹ്യക്രമം പാലിക്കാൻ കഴിയൂ എന്നും അതിഗംഭീരമായി തിരിച്ചറിഞ്ഞ ഈ നവോത്ഥാന നായകൻ്റെ പേര് ഗുരു എന്നാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസം, വ്യവസായം, സാമൂഹ്യവൽക്കരണം, സാംസ്കാരിക പരത, ദൈവനിഷേധത്തോളം എത്തുന്ന ദൈവികത അത് നമ്മൾ ചേർക്കേണ്ടതാണ്. ബ്രാഹ്മണർക്ക് മാത്രം ക്ഷേത്രത്തിൽ വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ അനുവാദമുണ്ടായിരുന്ന കാലത്ത് കല്ലാറിൻ്റെ കയത്തിലേക്ക് ഇറങ്ങി ഒരു കല്ലെടുത്ത് തൊട്ടടുത്തുള്ള ഒരു പൊത്തിലേക്ക് ചാരി വെച്ചുകൊണ്ട്
ദൈവാരാധന നിഷേധിക്കപ്പെട്ട അടിസ്ഥാന വർഗക്കാരോടെ നാം നിങ്ങളുടെ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറയാൻ ഗുരു കാണിച്ചൊരു ചങ്കൂറ്റം കേരളത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞ ദുഷിച്ച ജാതി വ്യവസ്ഥയുടെ നാരായ വേറെറുക്കുന്ന ഒന്നായിരുന്നു എന്നുള്ളത് പിൽക്കാലത്തെ ഏത് ചരിത്രവും നമുക്ക് വെളിവാക്കി തരുന്നുണ്ട്. അത്തരത്തിൽ നടത്തിയ പരിശ്രമങ്ങൾ ഗുരുവിനെ കുറച്ചുകൂടി വേറിട്ട ഒരു സംസ്കൃതിയുടെ ഉടമയാക്കി എന്ന് കാണാൻ കഴിയും. പുതിയ കാലത്ത് ഗുരുവിനെ ഓർക്കേണ്ടത്, ഗുരുവിൻ്റെ അവദാനങ്ങൾ കേവലം പാടിപ്പുകഴ്ത്തുന്നതിനപ്പുറം ഗുരുവിനെ ഓർക്കേണ്ടതിൻ്റെ ഒരു കാലിക പ്രസക്തി വല്ലാതെ വെളിവാകുന്ന ഒരു ഘട്ടമാണ്. ഇത്തവണത്തെ ചതയ ദിനാഘോഷങ്ങളുമായിട്ടനുബന്ധിച്ച് കേരളത്തിൽ പലയിടങ്ങളിലും ബ്രാഹ്മണ വിധിപ്രകാരം ഗുരുവിന് പൂജ അർപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രതിമയിൽ പാലഭിഷേകം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നാം കണ്ടു. ഇത് കേവലം യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല. സംഘപരിവാരിൻ്റെ ആശയ പരിസരശാലകളിൽ അതിവിദഗ്ധമായി പാകം ചെയ്യപ്പെടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ വരേണ്യപരമായ, മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ, വർണ്ണാശ്രമ വ്യവസ്ഥകൾ അധിഷ്ഠിതമായ, ജാതിയിൽ അഭിരമിക്കുന്ന ഒരു അധികാര രാഷ്ട്രീയത്തെ തിരികെ കയറ്റുവാൻ നവോത്ഥാന നായകരെ അപനിർമ്മിക്കുന്ന ഒരു പ്രക്രിയയായി നമുക്കിതിനെ കാണാൻ കഴിയണം. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ജീവിതത്തിൽ ഒരിക്കലും ഈ ബ്രാഹ്മണിക്കൽ സംസ്കൃത പ്രതീകമായ കാവ്യ വസ്ത്രം ഉടുക്കാൻ കൂട്ടാക്കിയ ഒരാളല്ല ഗുരു എന്ന് നിങ്ങൾക്കറിയാം. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ തൻ്റെ എല്ലാ ജാതി വ്യവസ്ഥകളെയും നിർദ്ധയം കാറ്റിൽ പറത്തിക്കൊണ്ട് നാം ഒരു മനുഷ്യനായി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഗുരുവിനെയും നമുക്കറിയാം. ആ ഗുരുവിനെ അദ്ദേഹം ജീവിതകാലത്തുടനീളം പിൻപറ്റിയ പ്രത്യയശാസ്ത്ര ദർശനങ്ങളെ നിരാകരിച്ചുകൊണ്ട് ഒരു വരേണ്യവൽക്കരണത്തിൻ്റെ ബ്രാഹ്മണിക്കലായ ഒരു അജണ്ടയുടെ ഭാഗമാക്കാൻ പുതിയ കാലത്ത് ഒരു പരിശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെ പരിശ്രമം നടത്താൻ സംഘപരിവാരിൻ്റെ ആശയസംഹിതകളെ നിർബന്ധിതമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ മതേതരത്വത്തിൻ്റെ നാരായ വേരായി, ആണിക്കല്ലായി ഇന്നും നിലനിൽക്കുന്ന നവോത്ഥാനാശയങ്ങളെ അപനിർമ്മിച്ചുകൊണ്ട് മാത്രമേ തങ്ങളുടെ രാഷ്ട്രീയത്തെ കേരളത്തിൽ പച്ചപിടിപ്പിക്കാൻ കഴിയൂ എന്ന് അവർ നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിൽ കേരളത്തിൻ്റെ എല്ലാ ജീവകോശങ്ങളിലും ബാധിച്ചു കിടക്കുന്ന അസാധ്യമായ ദർശനങ്ങളാൽ ഇന്നും വെളിച്ചം വിതറുന്ന ശ്രീനാരായണ ഗുരുവിനെ അപനിർമ്മിക്കുന്നത് തങ്ങൾക്ക് വിപരീതമായൊരു ഫലമാണ് ഉണ്ടാക്കുക എന്ന് നല്ല തിരിച്ചറിവുള്ള പരിവാരങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ തന്നെ ചേർത്ത് നിർത്തുകയും ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹത്തെ ബ്രാഹ്മണിക്കലാക്കാനുള്ള, അദ്ദേഹത്തെ ഏറ്റവും ഉയർന്ന മനുസ്മൃതിയുടെ ആളാക്കാനുള്ള, അത്തരം ആചാരങ്ങളിൽ കെട്ടിയിടാനുള്ള ഒരു പരിശ്രമം നടത്തുന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. അടുത്ത കാലത്ത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു സംവാദത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയ ആളാണ് ഞാൻ. എനിക്ക് മുമ്പ് സംസാരിച്ച ഉദ്ഘാടകൻ ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠയെ വിശേഷിപ്പിച്ചത് ഗുരു കയ്യാറിൻ്റെ കയങ്ങളിലേക്ക് എടുത്തു ചാടുകയും 7 ദിവസങ്ങൾക്ക് ശേഷം ഉയർന്നു വരികയും അദ്ദേഹം അങ്ങനെ ഉയർന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടത്തു തോളിൽ തേജോമയമായ ഒരു ശിവലിംഗ വിഗ്രഹം ഉണ്ടാവുകയും ആ ശിവലിംഗ വിഗ്രഹത്തെ അദ്ദേഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് മുമ്പ് സംസാരിച്ച, ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാഹ്മണിക്കലായ ഒരു ആശയത്തെ പിൻപറ്റുന്ന, ഗുരുവിനെ അവനിർമ്മിക്കാൻ പരിശ്രമിക്കുന്ന ഒരാൾ പ്രസംഗിച്ചത് എന്ന് ഞാൻ ഓർത്തു പോകുന്നു. അദ്ദേഹത്തെ വളരെ ലളിതമായ ഒരു യുക്തി കൊണ്ട് എനിക്ക് നിഷേധിക്കാൻ കഴിഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു ബാഹുബലി 3-ൽ അഭിനയിച്ച ഒരാളല്ല. കേരളത്തിൻ്റെ നിങ്ങൾ ഈ പറയപ്പെടുന്ന ബ്രാഹ്മണാധിപത്യത്തിൻ്റെ തായ്വേരിറക്കുവാൻ, വിശ്വാസത്തെ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവർക്ക് സാധ്യമാക്കുവാൻ, ഒരു മനുഷ്യൻ അവൻ്റെ സങ്കടങ്ങളിലും ദൈന്യങ്ങളിലും ഉള്ളു തുറന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ ആ ദൈവത്തെ ഒരു സാധാരണ മനുഷ്യൻ്റെ വിശ്വാസ പരിസരങ്ങളിൽ അനുഭവിപ്പിക്കുവാൻ ഗുരു നടത്തിയ അസാധ്യമായ ഒരു വിപ്ലവത്തെയാണ് അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ എന്ന് വിശേഷിപ്പിക്കേണ്ടത് എന്ന് ആ യോഗത്തിൽ പറയുകയും അത് കേട്ട കുറേ അധികം ആളുകൾ അതിനെ പ്രകീർത്തിക്കുകയും ചെയ്തത് ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പുതിയ കാലത്ത് ഗുരുവിനെ നമ്മൾ വായിക്കുമ്പോൾ, ഗുരുവിനെ ചേർത്ത് നിർത്തുമ്പോൾ കേവലമായ ഗുരുദേവ ദർശനങ്ങളിൽ അഭിരമിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, ഗുരു മുന്നോട്ട് വെച്ച ആശയങ്ങളെ നിരന്തരം ഇല്ലാതെയാക്കാൻ, തകർക്കുവാൻ കേരളത്തിൻ്റെ സാംസ്കാരിക പരിസരങ്ങളിൽ നടക്കുന്ന വലിയ ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുവാനുള്ള ഒരു പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ പിൻപറ്റുന്നവർക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കാരണം നവോത്ഥാന ദർശനങ്ങളുടെ തുടർച്ചയായി കേരളത്തിൽ നിലവിൽ വന്ന
കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ആ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് ശിലാഭാഗം ചെയ്ത സാംസ്കാരിക പരിസരവും ഞാൻ നേരത്തെ പറഞ്ഞ മെച്ചപ്പെട്ട കേരളത്തെ നിർവചിച്ചിട്ടുണ്ട്. ആ നിർവചനത്തിൻ്റെ ആധാരശില ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും വാഗ്ഭടാനന്ദനും അയ്യാവൈകുണ്ഠനും അടക്കമുള്ള നവോത്ഥാന നായകരാണ് എന്ന് നമുക്ക് ഇത്തരണത്തിൽ സ്മരിക്കേണ്ടതുണ്ട്. സാധാരണ മനുഷ്യന് ഗ്രഹിക്കുവാൻ അന്നും ഇന്നും ദുർഗ്രഹമായ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ലോകത്താദ്യമായി ബാലറ്റിലൂടെ കേരളത്തിൽ അധികാരത്തിൽ എത്തുന്നത് ഒരു സാധാരണ സംഭവമല്ല എന്നിരിക്കെ, ആ പ്രത്യയശാസ്ത്രത്തെ കമ്പോട കമ്പ് വായിച്ച് അതിൻ്റെ ദാർശനിക സമസ്യകളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടല്ല പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ അതിനെ അധികാരത്തിലേറ്റിയതെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകണം. അതിനെ അധികാരത്തിലേറ്റുവാൻ നാട്ടിലെമ്പാടും രൂപീകരിക്കപ്പെട്ട സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, നാട്ടിലെമ്പാടും രൂപീകരിക്കപ്പെട്ട കലാപരമായ കൂട്ടായ്മകൾ, നാട്ടിലെമ്പാടും അങ്ങേയറ്റത്തെ തോതിൽ ഉയർന്നു വന്ന സാംസ്കാരിക പ്രത്യയശാസ്ത്ര പരിസരങ്ങൾ, ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് സാധാരണ മനുഷ്യൻ്റെ വിശ്വാസങ്ങളെ പോലും തച്ച് തകർക്കാതെ ആ വിശ്വാസങ്ങളിലെ കൂട്ടിയോജിക്കാൻ കഴിയാവുന്ന എല്ലാ ആവശ്യങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് കേരളത്തിൽ നിർമ്മിച്ചെടുത്ത ഒരു സാംസ്കാരിക രാഷ്ട്രീയ പരിസരത്തിൻ്റെ ഉപോൽപ്പന്നമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പുതിയ കാലത്ത് നിങ്ങൾ നോക്കൂ, 2024 നാം ഗുരുവിനെ വായിക്കുമ്പോൾ നിലവിൽ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെന്റിനെ അട്ടിമറിക്കുവാൻ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ഭീഷണമായ ഒരു രൂപവും ഭാവവും വന്നിരിക്കുമ്പോൾ, ആ ഭീഷണമായ രൂപവും ഭാവവും വരുത്തുന്ന ശക്തികൾ ഗുരു ജീവിച്ചിരുന്നപ്പോൾ ഗുരുവിനെ അപനിർമ്മിക്കാൻ ശ്രമിച്ച ശക്തികളുടെ പിന്തുടർച്ചക്കാരാണ് തിരിച്ചറിയണം. ആ ശക്തികൾ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും കമ്പോളത്തിൻ്റെ എല്ലാ ആസുരതകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പ്രത്യയശാസ്ത്രത്തെ തകർത്തെറിയാൻ നടത്തുന്ന പരിശ്രമങ്ങൾ ആത്യന്തികമായി ഗുരുവിനെ തന്നെ അപനിർമ്മിക്കുകയാണ് എന്ന് നമ്മൾക്ക് ലക്ഷക്കണക്കായ ഗുരുദേവ വിശ്വാസികളോട് യുക്തിപൂർവ്വം സമ്മതിക്കാൻ കഴിയണം. അങ്ങനെ യുക്തിപൂർവ്വം സമ്മതിക്കാൻ കഴിയുമ്പോഴാണ് ഗുരുവിനെ കൂടി ചേർത്ത് നിർത്തി നാം നടത്തുന്ന ഒരു വർത്തമാനകാല രാഷ്ട്രീയത്തിന് പൂർണ്ണ ശോഭ ഉണ്ടാകുക എന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പാടിയതുപോലെ കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്ക് വടക്കുനീളെ അന്യോന്യം അമ്പാശിവർ നീട്ടിവിട്ട കണ്ണോട്ടം ഏറ്റുണ്ടൊരു നല്ല രാജ്യമായി കേരളം ഇന്നും പരിസരത്ത് പരിലസിക്കുന്നത് ഗുരുദേവ ദർശനങ്ങൾ ആത്യന്തികമായി ഓരോ മനുഷ്യനും നന്മ നിറച്ചതുകൊണ്ടാണ്. ഗുരുദേവൻ ഉൾപ്പെടെയുള്ളവർ നവോത്ഥാന നായകർ ഉഴുതുമറിച്ച നവോത്ഥാനത്തിൻ്റെ ഒരു പരിസരം കേരളത്തിൽ ഇന്നും പരിഭാഗമായി നിൽക്കുന്നതുകൊണ്ടാണ്. ആ നവോത്ഥാന പരിസരത്തെ കേരളത്തിലെ സാധാരണക്കാരൻ്റെ ജീവൽ പ്രശ്നങ്ങളുമായി കൂട്ടിക്കെട്ടി അവനെ ചേർത്തു നിർത്തി അവന് പുതിയ ആകാശവും പുതിയ ഭൂമിയും പ്രദാനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ വിശ്വാസ പരിസരങ്ങളിലാണ്. അതിൻ്റെ ഇങ്ങത്തലയ്ക്കൽ ഈ 2024 കഴിഞ്ഞ 2 അധികാര തുടർച്ചകൾ വഴി കേരളത്തെ ഒരു മികച്ച ദേശമാക്കി പരിണമിക്കുവാൻ എല്ലാത്തരം വികസന സൂചികകളിലും എല്ലാത്തരം സോഷ്യൽ ഇൻഡെക്സുകളിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റുവാൻ പരിശ്രമിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെയും ഇടതുപക്ഷ ഭരണത്തിൻ്റെയും കൂടി നേട്ടവും തുടർച്ചയുമായി ഗുരുദേവ ദർശനങ്ങളെ കാണണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ വീണ്ടും വീണ്ടും വിളിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന ഔത്സുക്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.